സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ജീവിതത്തിൽ ക്രമപ്പെടുത്താൻ ഈ തിരുനാൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ ശക്തമായ മാധ്യസ്ഥവും നമ്മുടെ പിതാവായ മർത്തോമാശ്രയയുടെ പ്രാർത്ഥനാ സഹായവും സംരക്ഷണവും നമ്മെല്ലാവരും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും നമ്മുടെ ഇടവകളോടും ഈ പ്രദേശം മുഴുവനോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്ലീഹാകാലമായിരുന്നു. ആ സ്ലീഹകാലം ആരംഭിച്ചത് പെന്തക്കോസ്ത തിരുനാളോടുകൂടിയാണ്. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന് അവരെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി. അതാണ് സ്ലീഹാകാലം എന്ന് പറയുന്നത്. കൈത്താക്കാലം എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം വേനൽക്കാലം എന്നാണ്, സുറിയാനി വാക്കാണ്. ഈ വേനൽക്കാലത്താണ് സാധാരണമായിട്ട് ഫലങ്ങൾ പ്രകടിക്കുന്നത്. അപ്പോൾ ഫലാഗമകാലം എന്നും കൂടെ ഇതിനെ വിളിക്കും. നിങ്ങൾ സ്വീകരിച്ച വിശുദ്ധ തിരുശരീര രക്തങ്ങൾ നിത്യ ജീവിതത്തിന് ആചാരമായി ഭവിക്കട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളുടെ ബലം നൽകിയവിടും നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിങ്ങളെ യോഗ്യരാക്കട്ടെ. ഈ തിരുകർമ്മത്തിൽ പങ്കുകൊണ്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രത്യേക തയ്യാറാക്കിയ കൗണ്ടറിൽ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. അമ്പ്, വല, സ്റ്റൂൾ എന്നിവ സമർപ്പിക്കുന്നത് പ്രത്യേകം സജ്ജമാക്കിയ കൗണ്ടറിൽ ഭക്തജനങ്ങൾക്ക് ലഭ്യമാണ്. ഭക്തജനങ്ങൾ അത് ഉപയോഗിക്കാവുന്നതാണ്.
ഒരുക്കം പ്രവാസികളുടെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.